ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത്. കഴിഞ്ഞ ദിവസം ജയശങ്കറിനെതിരെ നടത്തിയ വിമർശനം കൂടുതൽ കടുപ്പിച്ചാണ് രാഹുൽ ഇത്തവണ രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം ആരംഭിക്കുന്നതിനു മുൻപ് അത് സംബന്ധിച്ചുള്ള വിവരം ഇന്ത്യ ആ രാജ്യത്തെ അറിയിച്ചതായും അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയല്ല, മറിച്ച് കുറ്റകൃത്യമാണെന്നാണ് രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് ജയശങ്കർ നൽകുന്ന വിശദീകരണത്തിന്റെ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചായിരുന്നു രാഹുലിന്റെ വിമർശനം. എന്നാൽ ജയശങ്കറിനെതിരെ രാഹുൽ നടത്തിയത് തെറ്റായ വ്യാഖ്യാനമാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷമാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പ്രതികരിച്ചിരുന്നു. ശനിയാഴ്ച താൻ പങ്കുവച്ച എക്സ് പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ രംഗത്തെത്തിയത്. വിദേശകാര്യമന്ത്രിയുടെ മൗനം നിഷേധാത്മകമാണ്. അതിനാൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇന്ത്യ ആക്രമിക്കാൻ പോകുന്ന വിവരം പാകിസ്ഥാൻ അറിഞ്ഞതിലൂടെ ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് നഷ്ടമായത്? അതൊരു പിഴവായിരുന്നില്ല, അപരാധമായിരുന്നു. വാസ്തവം അറിയാൻ രാഷ്ട്രത്തിന് അവകാശമുണ്ട് എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. രാഹുലിന്റെ വിമർശനങ്ങൾ വാർത്താ സമ്മേളനത്തിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും അതിനാലാണ് ആക്രമണം നടത്തുന്നതിന് മുൻപ് അക്കാര്യം അറിയിച്ചതെന്നും പവൻ ഖേര ആരോപിച്ചു. ദേശദ്രോഹമാണ് നടത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം ആക്രമണത്തെക്കുറിച്ച് നേരത്തെ വിവരം ലഭിച്ചതിനാൽ ഭീകരരായ മസൂദ് അസ്ഹറിനും ഹാഫിസ് സയ്യിദിനും രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചതായും കൂട്ടിച്ചേർത്തു. എന്തിനാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രിയും മറുപടി നൽകണമെന്നും ഖേര ആവശ്യപ്പെട്ടു. അതേസമയം ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദുമായി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്റെ ഫലമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നാണ് രാഹുൽ ചോദിച്ചത്. ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ പാകിസ്ഥാന് സന്ദേശം അയച്ചിരുന്നു, ഞങ്ങൾ തീവ്രവാദികളെയാണ് ലക്ഷ്യമിടുന്നത്, സൈന്യത്തെയല്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് ഇതിൽ നിന്ന് വേറിട്ടു നിൽക്കാവുന്നതാണ്. എന്നാൽ അവർ ആ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നായിരുന്നു എസ് ജയശങ്കർ പറഞ്ഞത്. ഈ വീഡിയോ അടക്കം പങ്കുവച്ചായിരുന്നു രാഹുലിന്റെ വിമർശനം.